നിങ്ങളെ കൊടുങ്ങല്ലൂർ വരുമ്പോൾ നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. ഇടവിലങ്ങാണ് സ്ഥലം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നു ഏറ്റവും അറ്റത്ത് ഈ കിണറിൻ്റെ വക്കത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. സതുച്ചേട്ടൻ്റെ കട. കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള കാഴ്ച ഉണ്ടല്ലോ, ആഹാ! ഈ വിറകടുപ്പിൽ ഇങ്ങനെ വരണ്ട് വരുന്ന ബീഫാണ് കേട്ടോ. നമ്മളുടെ മുമ്പിൽ തന്നെ വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്. കിച്ചണിലൊന്നും വെച്ചിട്ടല്ല. ചെറിയൊരു സ്പോട്ടാണ്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഒന്നും അധികം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചൊന്നും പോരുത്. ഒരു 10-12 ആൾക്കാർക്ക് ഇരിക്കാവുന്ന സ്പേസൊക്കെ ഉള്ളൂ. ഒരു നാട്ടിൻപുറത്തെ ചായക്കട. പക്ഷേ ഇവിടെ കൊടുക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ ഇതാ കണ്ടില്ലേ ഈ പൊറോട്ട, നല്ല അടിച്ച് പദം വരുത്തി ഇങ്ങനെ സോഫ്റ്റ് പൊറോട്ടയാണ്. കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. കോതപറമ്പിൽ നിന്ന് കാരെ പോകുന്ന റൂട്ടാണ് ഇടവിലങ്ങ് എന്ന് പറയുന്നത്. ഇതെൻ്റെ നാടും കൂടിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും പരിചയക്കാരാണ്. നമ്മളിങ്ങനെ അവരോടൊക്കെ കുശലം പറഞ്ഞ് സംസാരിച്ച് ഞാൻ ആദ്യമാദ്യമാണ് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വീട്ടിലോട്ട് പാഴ്സൽ മേടിക്കാറുണ്ട്. ബീഫ് നമുക്ക് എല്ലാ ദിവസമൊന്നും വലിയ ടൗണിലെ പോലെ അവൈലബിൾ അല്ല. നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് ബീഫ് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ബീഫ് കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നേരെ സച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ബീഫ് പാഴ്സൽ മേടിക്കും. ഒത്തിരി നേരം ഈ വിറകടുപ്പിൽ ഇങ്ങനെ കിടന്ന് വറ്റി കുറുകി ആ ബീഫ് വെന്ത് ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അത് പിന്നെ കരിയുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പാകം എന്ന് പറയണത് കളറും ബ്ലാക്ക് കളറിലുള്ള ബീഫ് തന്നെയാണ് ശരിക്കും. പിന്നെ കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് പോണ പോലത്തെ ബീഫാണ് കേട്ടോ. ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട കടയാണ് കേട്ടോ സതുച്ചേട്ടൻ്റെ കട. ഇപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണേലും തെറ്റില്ല, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സുലൈമാനി അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കഴിച്ചു നോക്കണേ.